എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒരു പാക്കേജ് പോലെയുണ്ട്. ഇപ്പോൾ IT ഫീൽഡാണെങ്കിൽ അവർക്ക് കഴുത്ത് വേദന, ഷോൾഡറിൻ്റെ അവിടെ വേദന, സ്റ്റിഫ്നെസ് ഇതൊക്കെ വരാം. ടീച്ചേഴ്സിനാണെങ്കിൽ വെരിക്കോസ്, ബാക്ക് പെയിൻ ഇതൊക്കെ വരാം. അതേമാതിരി തന്നെയാണ് ഡ്രൈവേഴ്സ്. അവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് വൺ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കഴുത്തും ഷോൾഡറൊക്കെ ഓക്കെ, ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്നുള്ളതാണ്. യെസ്, ഐ നോ, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. ഏർലി മോർണിംഗ് ആണ് എൻ്റെ ഡ്രൈവ്, എൻ്റെ റൈഡ് അപ്പോഴാണ്, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഐ അണ്ടർസ്റ്റാൻഡ്, ഡെഫിനറ്റ്ലി സമയം ഉണ്ടാവില്ല. ബട്ട് യു ഹാവ് ടു മേക്ക് ടൈം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുന്നു, മേ ബി 6 മണിക്കായിരിക്കാം, 6:30 വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് കൈകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ലാതെ നമുക്ക് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി നമ്മൾ കാണണം. ബിക്കോസ് എവറിത്തിങ് ഹാസ് എ സൊല്യൂഷൻ. മിക്കവരും പറയാറുണ്ട് വിശപ്പില്ല എന്നൊക്കെ. വിശപ്പില്ല, ദ മെയിൻ റീസൺ ഈസ് നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അതറിയാം. പക്ഷെ നമ്മൾ ഫോർ എക്സാമ്പിൾ 3-4 ഇഡ്ഡലി അല്ലെങ്കിൽ 4-5 ദോശ കഴിക്കുന്നവർക്ക് കുറേ കഴിഞ്ഞാൽ ഈ സെയിം ആൾക്ക് തന്നെ ചിലപ്പോൾ ഒരു ദോശ കഴിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, വയർഫുള്ളായി. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഞാൻ ഡയറ്റ് ചെയ്തു അല്ലെങ്കിൽ ശരിയായി, അങ്ങനെയല്ല. അത് നിങ്ങളുടെ കുടൽ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. സോ ഇങ്ങനെ ഓൾറെഡി ഇരിക്കുന്ന ആളുടെ ഇതിങ്ങനെ വരികയാണ്. സോ വാട്ട് ഹാപ്പൻസ്, 4 ദോശ ഒരു കാലത്ത് കഴിച്ചിരുന്ന ആൾ പിന്നീട് ഒരു ദോശയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വട്ട് എവർ ഇറ്റ് ഇസ്, എന്താണ്. ഇപ്പോൾ ചോറാണെങ്കിലും ഞാൻ പണ്ട് ഇത്ര ചോറ് കഴിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്ര കഴിച്ചാൽ വയർ ഫുള്ളായി. അതിൻ്റെ കാരണം ഗ്യാസ് ആയിരിക്കാം, വയറ് വേർതിരിക്കുന്നത്, എല്ലാത്തിൻ്റെയും കാരണം വയറാണ്. മീൻസ് ദഹനം ശരിയാവാഞ്ഞിട്ടാണ്. നമ്മുടെ അഗ്നി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ ഒരു അസുഖം പോലും തൊടില്ല. നമ്മുടെ അഗ്നി സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അസുഖവും നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ലൈക്ക് എ പാക്കേജ്. അപ്പോൾ വിശപ്പില്ല, സമയമില്ല, ഇതൊക്കെ എക്സ്ക്യൂസാണ്. വിശപ്പില്ല എന്നുണ്ടെങ്കിൽ ടേക്ക് മെഡിസിൻ. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വയറിളക്കി കളയാം. നമ്മൾ മാസത്തിൽ 1-2 പ്രാവശ്യം വയറിളക്കി കളയാം, ലൈക്ക് എ ഡീറ്റോക്സ്. ഫുള്ള് നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇറ്റ്സ് ലൈക്ക് നമ്മളെ വീട് വൃത്തിയാക്കുന്ന പോലെയാണ്. വീടെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അതേപോലെ തന്നെ സമയമില്ല എന്നുള്ളത്, എല്ലാത്തിനും സമയമുണ്ട്. ട്രസ്റ്റ് മീ, എല്ലാവർക്കും 24 hours ഉണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. സമയം ഉണ്ടാക്കണം. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആണെങ്കിൽ ഏർലി മോർണിംഗ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വയറ് ഫുള്ളായിട്ട് കഴിക്കുക. അങ്ങനെ ഒരു റൂട്ടീൻ ഉണ്ടാകും. ബിക്കോസ് ഒരു 2-3 ദിവസം എടുക്കും ഒരു പുതിയൊരു ഹാബിറ്റ് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഒന്ന് ഫിക്സ് ആവാൻ വേണ്ടി, ഒരു ഗുഡ് ഹാബിറ്റ്. അപ്പോൾ 2-3 ദിവസം പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഹെവി ഫുഡ് രാവിലെ ഏർലി മോർണിംഗ് കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ലൈറ്റ്, പിന്നെ വൈകുന്നേരം രാത്രി എന്താ വെച്ചാൽ ആസ് യൂഷ്വൽ. ഇപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഓൾവേസ് ഹാവ് സംതിങ്. ഏർലി മോർണിംഗ് ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് തിങ്. ഫാസ്റ്റിംഗ് ചെയ്യുന്നവരായിക്കോട്ടെ, ഡയറ്റിംഗ് ചെയ്യുന്നവരായിക്കോട്ടെ, ഐ ബിലീവ് പേഴ്സണലി രാവിലെ ഒരുപാട് നേരം ഉറങ്ങി നിങ്ങളുടെ ബോഡി ഉറങ്ങുന്ന സമയത്താണ് റിപ്പയറിങ് നടക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി റിപ്പയർ ആവുന്നത്. അത് ലിഗമെന്റ്സ് ആയിക്കോട്ടെ, ബോൺ ആയിക്കോട്ടെ, ഡൈജഷൻ ആയിക്കോട്ടെ. ശരീരം മാത്രമേ ഉറങ്ങുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഓർഗൻസ് അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് വിശന്നിരിക്കുമ്പോൾ എനിക്ക് സമയമില്ല, ഒരു ചായ കുടിച്ചു, ഒരു പാല് കുടിച്ചു, നോ. രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ ഡ്രൈവേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവർ, JCB ഓടിക്കുന്നവർ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ, അവർക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം വർക്ക് ലോഡ് ഉള്ളപ്പോൾ അത്രയും നമ്മൾ ഭക്ഷണം കഴിക്കണം, ഈക്വലൈസ് ചെയ്യണമല്ലോ. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഉറങ്ങും. അതേമാതിരി തന്നെ. സോ വിശപ്പില്ല എന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വിശപ്പ് ഭക്ഷണം കഴിക്കാതെ ഗ്യാസ് ഫോം ചെയ്ത് ഫൈനലി കഴിക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റാറില്ല. ഇതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓൾവേസ് റിമെമ്പർ, ഭക്ഷണം സമയത്തിന് കഴിക്കുക, നല്ല രീതിയിൽ ചവച്ച് അരച്ച് പതുക്കെ കഴിക്കുക. കാരണം വേഗം കഴിച്ചാൽ നമ്മുടെ വയറിന് അത്രയും ഡബിൾ എഫേർട്ട് എടുക്കേണ്ടി വരും. നമ്മുടെ വയറും ഈ പറഞ്ഞ മാതിരി ഒരു എന്താ പറയുക, നോർമൽ രീതിയിലുള്ള വയറാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മൾ ചൂ ചെയ്ത് പതുക്കെ സാവധാനം കഴിക്കണം. വേഗം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിന് അത്രയും എഫേർട്ട് എടുക്കും ഈ ഡൈജഷന് വേണ്ടി. നമുക്ക് അറിയാത്തതുകൊണ്ടാണത്. സോ എല്ലാത്തിനും സമയം മാറ്റി വയ്ക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള പ്ലാൻ. ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്യും. ഞാനൊരു പിക്ചർ ഇവിടെ ഇടാം, ജസ്റ്റ് നോക്കിയാൽ മതി. ഈ പിക്ചറിൽ കാണുന്ന മാതിരി ഇന്ന സമയത്ത് ഞാനത് ചെയ്യും, ഇന്ന സമയത്ത് ഇത് ചെയ്യും. അങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഇതേപോലെ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ഉപകാരമായിരിക്കും എല്ലാവർക്കും, അക്കോർഡിംഗ് ടു ദിയർ ജോബ്സ്.
ഞാനൊന്ന് വാക്കിന് പോവും, ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ സംസാരിക്കും. വട്ട് എവർ ഇറ്റ് ഇസ്, എല്ലാത്തിനും സമയം വയ്ക്കും. മേക്ക് യുവർ ഡേ പ്രൊഡക്റ്റീവ്. ഇറ്റ് ഹെൽപ്സ്.